നമസ്കാരം. വിവാഹ പന്തലിലെത്തിയ വരനും സംഘവും വധുവിനായി കാത്തിരുന്നു. പക്ഷേ വധു മാത്രം പന്തലിലെത്തിയില്ല. ഒടുവിൽ ഒളിച്ചോടിയെന്ന് പരാതി. ഇന്ത്യൻ പരമ്പരാഗത വിവാഹങ്ങളിൽ കുടുംബാംഗങ്ങളാണ് പെൺകുട്ടിയുടെ വരനെ കണ്ടെത്തുന്നതും തീരുമാനിക്കുന്നതും. പലപ്പോഴും അവിടെ പെൺകുട്ടിയുടെ താല്പര്യങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളോ ആരും അന്വേഷിക്കാറ് പോലുമില്ല. ഇത്തരം വിവാഹങ്ങളിൽ ഒന്നുകിൽ വിവാഹത്തിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ വിവാഹത്തിന് പിന്നാലെ പെൺകുട്ടി തന്റെ കാമുകനൊപ്പം ഒളിച്ചോടിയെന്ന വാർത്തകളോ അതല്ലെങ്കിൽ അസ്വസ്ഥകരമായ ഒരു ദാമ്പത്യമോ ആയിരിക്കും അവസാനം. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബുന്ദി ജില്ലയിലെ നൈൻവ പട്ടണത്തിലും സമാനമായൊരു സംഭവം നടന്നു. വരന്റെയും വധുവിന്റെയും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ജനുവരി 22-നായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ച വസന്ത പഞ്ചമി ദിവസം ആർഭാടമായി സംഘടിപ്പിച്ച വിവാഹമായിരുന്നു അത്. വിവാഹ സമയത്തിന് മുമ്പ് തന്നെ വരനും വരന്റെ ബന്ധുക്കളും വിവാഹ പന്തലിലേക്ക് എത്തിച്ചേർന്നിരുന്നു. എല്ലാവരും വധുവിനായി കാത്തിരുന്നു. നിമിഷങ്ങൾ മണിക്കൂറുകൾക്ക് വഴിമാറി. എന്നാൽ വധു മാത്രം വിവാഹ പന്തലിലേക്ക് എത്തിയില്ല. അന്വേഷിച്ചപ്പോൾ തലേന്ന് രാത്രി വരെ വധു വീട്ടിലുണ്ടായിരുന്നു. രാത്രിയിൽ ഭക്ഷണം എല്ലാവരും ഒന്നിച്ചാണ് കഴിച്ചതും കിടക്കാൻ പോയതും. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ വധുവിനെ വീട്ടിൽ കാണാനില്ലായിരുന്നു. വധുവിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയതായി പരാതി നൽകി. പിന്നാലെ വരന്റെ അച്ഛനും കുടുംബാംഗങ്ങളും നൈൻവ പോലീസ് സ്റ്റേഷനിലെത്തി. ഇത് കുറച്ചു സമയത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വരന്റെ ബന്ധുക്കളും വധുവിനെ കാണാനില്ലെന്ന് സ്ഥിരീകരിച്ചു. പോലീസ് അന്വേഷണത്തിൽ തലേന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ വധു അതിരാവിലെ കാമുകനൊപ്പം ഒളിച്ചോടിയതെന്നാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ വരനും കുടുംബാംഗങ്ങളും തിരികെ പോയി. ഗ്രാമത്തിലെ ഒരു യുവാവ് മകളെ തട്ടിക്കൊണ്ടുപോയതായി വധുവിന്റെ അച്ഛൻ പരാതി നൽകിയിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇരുവരും എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്നും പോലീസ് അറിയിച്ചിരുന്നു.